യൂത്ത് ലീഗിന്റെ സെക്രട്ടറി പി.കെ. ഫിറോസ് ഇപ്പൊ ഓന്ത് നാണിക്കും ഇതാണ് നിറം മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. സഹോദരൻ വ്യക്തിയാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ മറ്റു കേസുകളിൽ വരുമ്പോൾ താങ്കളുടെ നിലപാട് അതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത്. താങ്കൾ ഉൾപ്പെടെ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഏതെങ്കിലും കേസുകളിൽ പെട്ട രാജിവെക്കുന്ന ആവശ്യം താങ്കൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടാണ്. അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയോ? ഇഷ്ടംപോലെ കേസുകൾ അതിന് ബിനീഷ് കോടിയേരി ഉൾപ്പെടെ ഇന്ന് പറഞ്ഞു. ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ, ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടാവുമല്ലോ. അതിനകത്ത് ബിനീഷ് കോടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ പിതാവ് രാജിവെക്കണം എന്നൊരാവശ്യം ഞാൻ ഉന്നയിച്ചതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും? പ്രസ്ഥാനം ആര് പറഞ്ഞു? ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ? എന്റെ പാർട്ടിയിൽ ആരെങ്കിലും പറഞ്ഞോ മകൻ ചെയ്ത തെറ്റിന് അച്ഛൻ? പിന്നെന്താ, തീർച്ചയായും കാണിച്ചു തരാം. അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കണേ. ബാ, നമുക്ക് കണ്ടിട്ട് വരാം. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കോടിയേരി ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പോൾ CPM വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ച എല്ലാവരും കണ്ടതാണ്. പാർട്ടി സെക്രട്ടറിയുടെ മകന് സംരക്ഷണം കൊടുക്കില്ല എന്ന് ഒരു ഭാഗത്ത് പറയാം, മറുഭാഗത്ത് ഭരണത്തിന്റെ തണലിൽ സംരക്ഷണം ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിക്കാം. യൂത്ത് ലീഗ് പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായിരുന്നു ബിനീഷ് കോടിയേരി പറഞ്ഞത്? എന്താ എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയത്? ബിനീഷിന്റെ എല്ലാ വാദങ്ങളും പച്ചക്കള്ളമാണ് എന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു. യൂത്ത് ലീഗ് ഉയർത്തിയ ആരോപണങ്ങളും ശരിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കുകയാണ് വേണ്ടത്. ഒരു നിമിഷം പോലും CPMന്റെ സെക്രട്ടറി പദവിയിൽ തുടരാൻ അദ്ദേഹത്തിന് ധാർമ്മികമായി അധികാരമില്ല. ഡിജിറ്റൽ തെളിവുകളൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ നട്ടാ കുരുക്കാത്ത നുണ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്നത്. എന്താലേ